എന്താടി നോക്കി പിടിപ്പിക്കുന്നത്? തനിക്ക് തന്റെ കാര്യം മാത്രം നോക്കിയാ പോരെ, എന്തിനാ ബാക്കിയുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെടുന്നത്? നിന്റെ ചേച്ചിയുടെ ഭീഷണിപ്പെടുത്തൽ ഇപ്പൊ കഴിഞ്ഞതേ ഉള്ളൂ. അടുത്തത് നിന്റെ ഊഴമാണോ? എന്നാ ചോദിച്ചു, എന്താ നിനക്ക് അറിയേണ്ടത്? എനിക്കൊന്നും അറിയണ്ട. നീ ആരാണെന്ന് എനിക്ക് ശരിക്കും അറിയാം. മോളെ, നിന്നെക്കാട്ടിലും കുറച്ചധികം വയസ്സ് കൂടുതലുണ്ട് എനിക്ക്. ചേട്ട എന്ന് വിളിച്ചാ കൊള്ളാം. നിത്യക്കുട്ടിയില്ലേ, നിത്യമോള്, അവള് പോലും എന്നെ ഏട്ടാ എന്നാ വിളിച്ചിരുന്നത്. എന്നിട്ട് അവൾക്ക് നീ തിരിച്ചു കൊടുത്തത് എന്താ? മരണമല്ലേ? നീ എന്ന് വിളിക്കാനേ എന്നെ കൊണ്ട് പറ്റൂ. അതേ നീ അർഹിക്കുന്നുള്ളൂ. ശരി, അങ്ങനെയെങ്കിൽ അങ്ങനെ. ഈ ഇടയായിട്ട് എന്തെന്നറിയില്ല, സ്ത്രീകളുമായിട്ട് ഞാൻ തർക്കത്തിന് പോവാറില്ല. എന്തിനാ വെറുതെ അവരുമായിട്ട് തർക്കിച്ച് സമയം കളയുന്നത്? നമുക്ക് താല്പര്യമില്ലെങ്കിൽ സ്വയം ഒഴിഞ്ഞങ്ങ് പോവാം. അല്ലെങ്കിൽ കഴുത്ത് ഞെരിച്ച് കൊല്ലാം. എന്താടി, നീ എന്നെ കൊണ്ടത് ചെയ്യിക്കൂ? എവിടുന്നോ വലിഞ്ഞേറി വന്നത് എന്റെ കൈ കൊണ്ട് ചാവാനാണോ? അത് വെറും നിന്റെ തോന്നല. എന്നെ ഒന്ന് തൊടാൻ പോലും നിനക്ക് പറ്റില്ല. തൊടുവല്ല, വേണമെങ്കിലേ കെട്ടിപ്പിടിക്കും. കാണണം. കാണണം. പറഞ്ഞ പോലെ ചെയ്യുന്നവനെ. ചെയ്യ്. നിനക്കതിനുള്ള കഴിവുണ്ടോന്ന് ഞാൻ നോക്കട്ടെ. എന്തുപറ്റി? അടി തെറ്റിയോ? അടിച്ച് ഞാൻ നിന്റെ അണപ്പല്ല് താഴെ ഇടും. കെട്ടിപ്പിടിക്കാൻ വന്നിരിക്കുന്നു. പൊന്നു മോനെ, ഞാൻ ആരാണെന്ന് നിനക്ക് ശരിക്കും അറിയില്ല. ഈ മുഖത്തേക്കൊന്ന് സൂക്ഷിച്ചു നോക്കിയേ. ഈ മുഖം പണ്ട് നീ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? നിത്യയാണ് ഞാൻ. നിത്യയ്ക്ക് പകരം വന്നവള്. നിന്റെ ഉദകക്രിയ ചെയ്തിട്ട് ഞാൻ ഇവിടുന്ന് പോകും. മര്യാദക്കിരിക്കണം, അല്ലെങ്കിൽ ഇരുത്തം ഞാൻ. കേട്ടോടാ നായേ.